ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റഫൽഡ് സ്ലീവ് ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവിലാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് 1 മീറ്ററാണ്. അപ്പം 1 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിനായിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ച് ലെങ്ത്തിലും 6.5 ഇഞ്ച് വിഡ്ത്തിലും മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആം ഹോളും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നേരെ താഴേക്കായിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ടുള്ളത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അളവുകൾ എടുക്കുന്ന സമയത്ത് മെറ്റീരിയൽ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയതിന് ശേഷം വേണം അളവുകൾ എടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡറും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ആം ഹോളും മുകളിലെ ഭാഗവും മടക്കി അടിച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 4 ഇഞ്ച് വിഡ്ത്തിലും പിന്നെ 30 ഇഞ്ച് ലെങ്ത്തിലും വന്നിട്ടുള്ള 2 തുണികളാണ് എടുത്തിട്ടുള്ളത്. ഈ 2 തുണികളും ഞാൻ സിംഗിൾ ഫോൾഡ് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 15 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഷേപ്പിൽ 2 തുണികളും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണിയുടെ മുകളിലത്തെ ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. അടിഭാഗത്തായിട്ട് നമ്മൾ ഫ്രില്ലിടുന്നതിന് വേണ്ടി ഒരു അടിവ് കൊടുക്കുന്നുണ്ട്. വലിയ സ്റ്റിച്ചാക്കിയിട്ട് വേണം അടിവ് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒരു നൂല് വലിച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ 30 ഇഞ്ചിനേക്കാളും കൂടുതലായിട്ട് എടുക്കാം. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രില്ലും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ബോഡീൻ്റെ 2 പാർട്ടുകളും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും 6 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് വിട്ടു കൊടുക്കാം. 6 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു അളവിൽ നമുക്ക് ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഒരു 2 ഇഞ്ച് വിട്ടും പിന്നെ ഈ നമ്മളെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തും കൂടി കൂട്ടിയിട്ടുള്ള അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും മുകളിലായിട്ട് വെച്ച് സൈസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് വെച്ച ആ ഒരു സ്ലീവ് ഇതിനകത്തേക്കായിട്ട് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ 2 ഇഞ്ച് കട്ട് ചെയ്തെടുത്ത ആ ക്ലോത്ത് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. 2ൻ്റെയും അടിഭാഗവും മുകൾ ഭാഗവും അറ്റത്തൊന്ന് മടക്കി വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അകത്തേക്ക് വെച്ചിട്ട് മുകളിലേക്ക് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. ഇനി ഈ സ്ലീവ് ബോഡിയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ലൈസും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറിൽ വരുന്ന ഒരു ലൈസും കൂടി ഇതിനടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഇതാണ് ബോഡി പാർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഉള്ള സ്കേർട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതും പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് 14 ഇഞ്ച് വിഡ്ത്തും 30 ഇഞ്ച് ലെങ്ത്തും വരുന്ന ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സ്ലീവ് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നൂല് വലിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ പ്ലീറ്റ് ഇട്ട മെറ്റീരിയലിൻ്റെ നല്ല വശവും കൂടി വെച്ച് ഇതുപോലെ അടിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം അടിച്ചു കൊടുക്കാം. സൈഡ് ഭാഗം അടിക്കുന്ന സമയത്ത് ആം ഹോള് മുതൽ താഴെ അറ്റം വരെ നമുക്കിത് 2 വശത്തും അടിച്ചു കൊടുക്കാം. 2 ഭാഗവും ആം ഹോള് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടിഭാഗം വരെ അടിച്ചു കൊടുക്കാം. ഇത് മറിച്ചിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. മറിച്ച് നല്ല വശം ഒരുപോലെ വെച്ചതിന് ശേഷം മറിച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അടിഭാഗം ഒരു 1/2 ഇഞ്ച് വെച്ച് മടക്കി അതും അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. ഫ്രോക്കിൻ്റെ 2 ഭാഗവും അടിച്ച് അടിഭാഗവും മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്.